അപ്പൊ നമ്മൾ കേറാൻ പോവാണ്. ഫൈനലി നമ്മള് ഇവിടെ എത്തി കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഫുൾ വിഷ്വൽസും ഇത് മാക്സിമം കാണിച്ചു കൊടുക്കല്ലേ. എന്തായാലും ചോദിച്ചു നോക്കട്ടെ നമ്മളെ വീഡിയോ അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട്, ഇറങ്ങാൻ പറ്റൂല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ സെക്യൂരിറ്റി നമുക്ക് സെക്യൂരിറ്റിനോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം. എന്റെ മോൻ ആ വീട് നോക്കിയാ കൊറേ കാലം മുന്നേ വീട് കൊറേ കാലം മുന്നേ ഉള്ള വീട്, പഴയ വീട് വന്നില്ലേ. വൈബില്ലേ ഇത് മേലൊക്കെ നോക്കിയ ഇലകളൊക്കെ മരങ്ങളൊക്കെ വീണുണ്ട്. അപ്പൊ അതാ നമുക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ്. വാ പോയിക്കാം. നമ്മളിങ്ങനെ ബോളും പിടിച്ച് ജസ്റ്റ് വീഡിയോ റീൽ എടുക്കാന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റൂല എന്നാണ് പറയണേ. ഓക്കെ, ബാക്കി നമുക്ക് എന്താന്ന് നോക്കാം. ഹലോ ഗൈസ്, ഫൈനലി ഇന്ന് നമ്മളുള്ളത് പറഞ്ഞാൽ ഇവിടെ അപ്പൊ ഇന്ന് പറയുന്നത് കേരള കൊണ്ടത്തെ ഫുൾ വ്ളോഗും ഫുൾ വിഷ്വൽസും ആണ്. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, മാക്സിമം മുഴുവൻ കാണാൻ നോക്കുക. നിങ്ങൾ ഇന്ന് ഇവിടെ നല്ല വെള്ളം ഉണ്ട് എന്നാ പറഞ്ഞത്. എന്റെ മോനെ നമ്മള് പണ്ട് വന്നപ്പോ കുറച്ച് അപ്പൊ നമ്മള് പറയുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ. അപ്പൊ നിങ്ങളും കൂടി കാണിക്കാന്നുള്ളതിലാണ് നമ്മൾ ഈ വ്ളോഗ് ഒന്ന് സെറ്റ് ആക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ നമുക്ക് എന്നാ പോയോക്കിയാലാണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത അതന്നെ വൈറൽ ലൊക്കേഷൻ ആണ്. അത്രത്തോളം മില്യൺ വ്യൂസ് ഓഫ് അമേരിക്ക എടുക്കുന്ന കേബിലേമിനെ പൊട്ടിച്ചുകാണ്ട്. അതായത് പറയുന്നത് മെയിൻ ആയിട്ട് ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാല് മലപ്പുറം ജില്ലയിൽ തന്നെ കരുവാരക്കുണ്ട്. അറിയണോലുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. കരുവാരക്കുണ്ട് പറഞ്ഞ ലൊക്കേഷനിലാണ് കേരള കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുൾ വ്ളോഗും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയൊക്കെ വാ. ഏതാ വൈബ് സ്ഥലം, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കണ ഫീലൊക്കെ അല്ലേ. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആണ്. അടുത്ത പ്രാവശ്യങ്ങള് വരുമ്പോ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാണ്ടില്ലേ, ഇവിടെ പിന്നെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് എൻട്രി ഫീ കാര്യങ്ങളുണ്ട്. 20 രൂപ ഉണ്ട് എന്നാ പറഞ്ഞത്. ചെറിയ രീതിയിലുള്ള 20 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഒരു വാട്ടർഫോൾ അല്ല ഉഷാറായിട്ട് നല്ല വെള്ളമുള്ള നമ്മൾ പോയി വെക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് എത്താനായില്ല, എൻട്രൻസിക്ക് എത്താനാവണുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചിങ്ങനെ നടന്ന് പോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഫുള്ള് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അജ്ജാതി വൈബ് സ്ഥലം, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഫീലാണ്. ഓക്കെ, അപ്പൊ മാക്സിമം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ഈ വ്ളോഗ്. അപ്പൊ നമ്മൾ ഇതിൽ ഏകദേശം ഇങ്ങനെ നടന്ന് അവിടെ എത്താനായിട്ടുണ്ട്. ഏകദേശം നമ്മളിങ്ങനെ നടന്ന് കയറാണ്. അപ്പൊ അതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ എന്റെ മോനൊരു കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കണം അതേ ഫീല്. ജസ്റ്റ് ആക്കി ഒന്ന് കാണിച്ചു കൊടുത്താ എന്റെ മോൻ ആ വീട് നോക്കിയാ കൊറേ കാലം മുന്നേ വീട് ഇവിടെ കൊറേ കാലം മുന്നേ ഉള്ള വീട്, പഴയ വീട് വന്നില്ലേ. വൈബില്ലേ. ഇത് മേലൊക്കെ നോക്കിയ ഇലകളൊക്കെ മരങ്ങളൊക്കെ വീണുണ്ട്. അപ്പൊ അതാ നമുക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ്. വാ പോയിക്കാം. കുറച്ച് നടക്കാണ്ട്, വണ്ടി ഇങ്ങോട്ട് വരില്ല. അപ്പൊ നിങ്ങളെല്ലാവരും വണ്ടി അവിടെ വെച്ചാണ്ട് മാക്സിമം നടന്നു വരുന്നതാണ് വൈബ്. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് എത്തിയാലും കുറച്ച് കഷ്ടപ്പെട്ട് നടക്കാണ്ടില്ല അതില്ലേ സാർ. കുഞ്ഞാടല്ലേ എന്റെ മോനെ റബ്ബർ തോട്ടമൊക്കെ നോക്കിയാ. റബ്ബർ തോട്ടം എന്താണ്, എലിക്കൂടോ? എന്തത്തെ എലിക്കൂടോ? ഇവിടെ നിന്ന് ആരും ഇല്ലാത്ത പ്രദേശമാണ് ഗൈസ്. മാക്സിമം നമുക്ക് വൈബാക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. കുറച്ച് നടക്കാണ്ട് 1 കിലോമീറ്ററോളം നമ്മൾ വണ്ടി അവിടെ എത്തുമ്പോഴത്തേന് മരുഭാഗം കൊടുക്കും. അവിടുന്ന് സ്കെച്ചിട്ട് തന്നെ പോയിട്ട് തരും. അപ്പൊ നമുക്ക് നടന്നു നോക്കാം ഗൈസ്. കുറച്ച് നടക്കാണ്ട് എന്നാ പറഞ്ഞേ. 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാലും പോരാ, കുറച്ച് നടക്കാനല്ലേ കഷ്ടപ്പെട്ടാണ്ട് ഇല്ല. അപ്പൊ നമ്മളിപ്പോഴും എത്താനായാലും എനിക്ക് തോന്നുന്നു ഇനി ഒരു 100 മീറ്ററും പാടി നടക്കാണ്ടേന്ന്. അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോ പാലൂർ കോട്ടയിൽ നിന്ന് ഇട്ട വീഡിയോ എല്ലാവരും റീച്ചാക്കി മാക്സിമം വിജയിപ്പിച്ച് തന്ന്. ഇനി ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം നടന്നെത്താനായി. അത്രത്തോളം വെള്ളം ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. അത്രത്തോളം വെള്ളം ഉണ്ടെന്ന് പറയുന്നത്. സൗണ്ട് നോക്കി കാണാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ നല്ല സൗണ്ട് അടിക്കുന്നുണ്ട് മോനെ. ജഡ്ജാതി സൗണ്ട് അല്ലേ. അതെ ഇഷ്ടംപോലെ പോയേക്കാം. വാ നമ്മൾ എത്താനായി, ഏകദേശം ഇവിടെ എത്താനായി. ഇവിടെ എത്താനായി. അപ്പൊ നമ്മൾ കേറാൻ പോവാണ്. ഫൈനലി നമ്മള് ഇവിടെ എത്തി കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഫുൾ വിഷ്വൽസും ഇത് മാക്സിമം കാണിച്ചു കൊടുക്കല്ലേ. എന്തായാലും ചോദിച്ചു നോക്കട്ടെ നമ്മളെ വീഡിയോ. അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട്, ഇറങ്ങാൻ പറ്റൂല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ നമുക്ക് സെക്യൂരിറ്റിനോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം. എൻട്രൻസ് കാര്യങ്ങൾ കേരള കൊണ്ട് വെള്ളച്ചാട്ടം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ കൂടി.
അപ്പോൾ നമ്മളിത് ഏകദേശം സ്ഥലത്തെത്തി കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ കേരള കുണ്ട് വാട്ടർഫാൾസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം വിഷ്വൽസ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇനി ടിക്കറ്റ് കൗണ്ടറിൽ എത്ര ഫീസ് വരുന്നത് ഇവിടെ മറ്റേ 20 റുപ്യാണ് ഒരാൾക്ക് വരുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് സെക്യൂരിറ്റിന്റെ പേരും ഇതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് കമാലുദ്ദീൻ. ഇപ്പൊ ഇവിടെ നല്ല വെള്ളം ഉണ്ട് പറഞ്ഞു. വെള്ളം കൂടുതലാണ്. നമുക്ക് ഇറങ്ങിക്കൂടെ? ഇല്ല, വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ജസ്റ്റ് വീഡിയോ പാലത്തിന്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കാം. കാരണം എന്ന് പറഞ്ഞാല് മഴ വന്നാൽ ഏത് സമയത്തും പെട്ടെന്ന് വെള്ളം വരും. അപ്പോ പിന്നെ അത് മാത്രമല്ല പാറയൊക്കെ വഴുക്കണ സ്ഥലമാണ്. അപ്പോ വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള ഇന്ന് കുറവാണ്. വർക്കിന്റെ അല്ലേ. അപ്പൊ ജസ്റ്റ് ഏതായാലും സെക്യൂരിറ്റി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഏതായാലും ഒന്ന് പോയോക്കല്ലേ? അതെ, നമുക്കൊന്ന് പോയോക്കെ. അപ്പൊ നമ്മള് അങ്ങനെ ഇങ്ങനെ വന്ന് അവിടെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളവും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശബ്ദം നോക്കിയാൽ കാണാം, അത്രത്തോളം വെള്ളവും കാര്യങ്ങളുണ്ട്. യജ്ജാതി. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പോയി വെക്കണേ എന്താ പാട് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റെ മോനെ അജ്ജാതി. നിങ്ങൾ വ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ വീഡിയോ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പോയി വെക്കണേ. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് നിങ്ങളൊന്ന് വരിക, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണെന്ന് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ മോനെ സീന് ഏതാ വൈബ്. എൻ്റെ മോനെ മലയൊക്കെ നോക്കിയാൽ കാണട്ടെ. യജ്ജാതി വ്യൂവിൻ്റെ മോനെ. നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ വിഷ്വൽസും ഞാൻ ക്യാപ്ചർ ചെയ്ത് തരികയാണ്. അപ്പോൾ വെള്ളം കാണിച്ചു തരാം. നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞു. അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ കേരള കുണ്ടിലാണ്. ഓക്കെ, എൻ്റെ മോനെ ഏതാ വിഷ്വൽസ്. ഇപ്പോൾ നോക്കിയാൽ കാണാം. നല്ല വെള്ളം ഉണ്ട് കേട്ടോ, നല്ല വെള്ളം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കേരള കുണ്ടിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞു. നോക്കിയാൽ കാണാം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. സെക്യൂരിറ്റി ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ വീഡിയോ എടുക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഏറ്റവും ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ബാക്കി. അപ്പോൾ ഇതാ നോക്കിയാൽ കാണാം അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട്. നല്ല വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അടിയിലേക്ക് പോയി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമുക്ക് എന്താ അറിയില്ല, ഇറങ്ങാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അത്രത്തോളം വെള്ളം കാര്യങ്ങളുണ്ട്. ബൈക്കലും കാര്യങ്ങളും ഡേഞ്ചറാണ് എന്ന് പറയാൻ കഴിഞ്ഞത്. ഓക്കെ, ജസ്റ്റ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഉണ്ട്, നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കേരള കുണ്ടിൻ്റെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എൻ്റെ മോനെ യജ്ജാതി സീന്. അപ്പോൾ നമ്മളിങ്ങനെ ബോളും പിടിച്ച് ജസ്റ്റ് വീഡിയോ റീലെടുക്കാന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറയണേ. ഓക്കെ, ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫൈനലി നമ്മളെ സെക്യൂരിറ്റി ഇറങ്ങാൻ സമ്മതിച്ചെന്നാണ് സെല്ലേഴ്സ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താ വൈബ്, നമുക്ക് വീഡിയോ എടുക്കല്ലേ, സെറ്റാക്കല്ലേ? അപ്പോൾ നോക്കിയാൽ കാണാം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് നോക്കിയാൽ കാണാം നല്ല ബൈക്കലും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി കാര്യങ്ങൾ വേണേൽ നിങ്ങളടുത്ത് വീഡിയോ എടുക്കാനാണ്. എന്തിനായാലും നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം നല്ല വെള്ളമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര വെള്ളമില്ലേ അല്ലേ? ഇത്ര വെള്ളമില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഇതെങ്ങനെയാണ് ഒലിച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ അതാ ഫുൾ വ്യൂവും കാര്യങ്ങളും നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ മോനെ പാറക്ക്. ഇതാണ് നമ്മളെ കേരള കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ കേരള കുണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടൈം എത്രയാടാ ഫാദില? ഇപ്പോൾ ഏകദേശം ടൈം എത്രയായി? ഇപ്പോൾ നമ്മൾ ടൈം 1:30 ഇത് ഷൂട്ട് ചെയ്യുന്നത്. നല്ല വെള്ളവും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. സെക്യൂരിറ്റീൻ്റെ ഫൈനലി സെക്യൂരിറ്റി ഇറങ്ങേണ്ട നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത എന്താണെന്ന് നമുക്ക് സംഭവിക്കാൻ പോകണമെന്ന് കാണാം. ഓക്കെ, നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ നിങ്ങൾക്ക് നമ്മളെ റീൽസ് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്നാൽ വൈൻഡപ്പ് ചെയ്താലോ, ഇന്നത്തെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നമുക്ക് അടുത്ത കാണാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ?
വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കാണാൻ പറ്റുമോ? അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു. സൈനിങ് ഔട്ട്. ഫൈനലി ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഫുള്ള് മയും കാര്യങ്ങളും പറഞ്ഞു, വീഡിയോ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിൻ്റെ കാല് പിടിച്ച് ഫൈനലി നമ്മൾ ഫുള്ള് സെറ്റാക്കി. ലാസ്റ്റ് റീലെടുത്ത് റീല് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും കാണാതെ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വ്ളോഗ് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. മയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.